പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണത്തിലെ 3-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാകുന്നു. നിങ്ങൾ ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. കൃപാദേ ജാതാചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാ മദീയ ക്ലേശൗഘ പ്രശമനദശാ നാമ കിയതീ നഗേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാഃ ഭവദ്ഭക്താ മുക്താഃ സുഖഗതിമസക്താഃ വിദധതേ. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. കൃപ തേ ജാത ചേത് കിം ഇവ ന ഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമനദശ നാമ കിയതി ന കേ ലോകേ അസ്മിൻ അനിശം ഐ ശോകാഭിരഹിതാഃ ഭവദ്ഭക്താഃ മുക്താഃ സുഖഗതിം അസക്താഃ വിദധതേ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. തേ കൃപ ജാതാ ചേത് തനുഭൃതാം കിം ഇവ നഹി ലഭ്യം മദീയ ക്ലേശൗഘ പ്രശമനദശ നാമ കിയതി ഐ അസ്മിൻ ലോകേ കേ ഭവദ്ഭക്താഃ അനിശം ശോകാഭിരഹിതാഃ മുക്താഃ അസക്താഃ സുഖഗതിം ന വിദധതേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം നമുക്ക് ചർച്ച ചെയ്യാം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാരുണ്യവർഷമുണ്ടെങ്കിൽ ഭക്തർക്ക്, ദേഹികൾക്ക് എന്താണ് ലഭിക്കാത്തത്? എല്ലാം ലഭിക്കും. എൻ്റെ കഷ്ടതകൾ, ശാരീരികമായ അവശതകൾ തീർക്കുക എന്നത് താങ്കൾക്ക് വളരെ നിസ്സാരമായൊരു കാര്യമാണ്. അങ്ങയുടെ എത്രയെത്ര ഭക്തന്മാരാണ് ദുഃഖരഹിതരായി, ജീവൻ മുക്തരായി, സുഖഗതിയെ പ്രാപിച്ചിട്ടുള്ളത്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം. നമസ്തേ.